1.5 മാസത്തോളം നീണ്ടുനിന്ന കേരളത്തിലെ SIR നടപടികൾ ഡിസംബർ 18-ന് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ പൂരിപ്പിച്ച് കൈമാറിയ എന്യൂമറേഷൻ ഫോമുകൾ BLOമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡേറ്റാബേസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ സൗകര്യമുണ്ട്. നാഷണൽ വോട്ടേഴ്സ് പോർട്ടൽ വഴിയാണ് വോട്ടർക്ക് ഇത് പരിശോധിക്കാൻ ആവുക. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ www.electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ വോട്ടർ ID കാർഡ് നമ്പർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകിയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർ ID കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ നിങ്ങളുടെ SIR വിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. വോട്ടർ ID കാർഡ് നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യമായി നിങ്ങൾ ഭാഷ തിരഞ്ഞെടുക്കുക. തൊട്ടുതാഴെ എപ്പിക് നമ്പർ എന്ന കോളത്തിൽ നിങ്ങളുടെ വോട്ടർ ID കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. സംസ്ഥാനം തിരഞ്ഞെടുക്കുക. ക്യാപ്ച എൻ്റർ ചെയ്യുക. തുടർന്ന് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിവരങ്ങൾ വെച്ച് സെർച്ച് ചെയ്യുക എന്നതാണ് അടുത്ത മാർഗം. അതിനായി ആദ്യം സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സംസ്ഥാനവും ഭാഷയും തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പേര്, ബന്ധുവിൻ്റെ പേര്, നിങ്ങളുടെ ജനനത്തീയതി, പ്രായം, ലിംഗം, ജില്ല, അസംബ്ലി നിയോജകമണ്ഡലം തുടങ്ങിയ വിവരങ്ങൾ എൻ്റർ ചെയ്ത ശേഷം ക്യാപ്ച കോഡ് നൽകി സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ കാണാൻ കഴിയും. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റെ വോട്ടർ ID കാർഡുമായി നേരത്തെ തന്നെ ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് എൻ്റെ SIR വിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അതിനായി ആദ്യം ഞാൻ എൻ്റെ 10 അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു. ശേഷം തൊട്ടു താഴെ കാണുന്ന കോളത്തിൽ അവിടെ കാണുന്ന ക്യാപ്ചയും എൻ്റർ ചെയ്തു. സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വോട്ടർ ID കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് എൻ്റർ OTP എന്ന കോളത്തിൽ എൻ്റർ ചെയ്യുക. തുടർന്ന് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന പേജിൽ എൻ്റെ വോട്ടർ വിവരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വലത്തേ അറ്റത്തുള്ള വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിവരങ്ങൾ മറ്റൊരു പേജിൽ ഓപ്പണായി വരികയും അവിടെ നിന്നും ആവശ്യമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഈ SIRന്റെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക ഡിസംബർ 23-ന് പ്രസിദ്ധീകരിക്കും. അന്നു മുതൽ 2026 ജനുവരി 22 വരെ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാം. നിശ്ചിത സമയത്തിനുള്ളിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ഈ കാലയളവിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ള ഫോം 6-ന് ഒപ്പം നിശ്ചിത സത്യവാങ്മൂലം കൂടി സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. എന്യൂമറേഷൻ ഫോമുകളിലെ തീരുമാനങ്ങളും പരാതി തീർപ്പാക്കലും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഡിസംബർ 23 മുതൽ 2026 ഫെബ്രുവരി 14 വരെയുള്ള കാലയളവിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ പൂർത്തിയാക്കും. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിക്കും. അതിനുശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാനും മാറ്റങ്ങൾ വരുത്താനുമുള്ള അവസരമുണ്ടായിരിക്കും.